കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. ഷിബിലിയുടെ ഭർത്താവ് യാസർ മയക്കുമരുന്ന് ലഹരിയിലാണെന്ന സൂചന. ഷിബിലിയുടെ പിതാവ് അബ്ദുറഹ്മാൻ, മാതാവ് ഹസീന എന്നിവർക്കും വെട്ടേറ്റു. താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി ആഷിഖിന്റെ സുഹൃത്താണ് യാസർ. മാരുതി കാറിലാണ് യാസർ രക്ഷപ്പെട്ടത്. ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ അടിച്ചുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പോൾ ഈ യാസർ എന്ന പ്രതി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ പ്രതിയിലേക്ക് എത്താൻ ഈ ദൃശ്യങ്ങൾ ഏറെ നിർണായകമാകും അല്ലേ? ജയലക്ഷ്മി, തീർച്ചയായിട്ടും. അതായത് യാസിർ അദ്ദേഹത്തിന്റെ മാരുതി 800 KL 57X 4289 എന്ന കാറിലാണ് ഈ ഷിബില താമസിക്കുന്ന അവരുടെ വീട്ടിലെത്തി ഷിബിലയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് പിന്നീട് ഭാര്യ മാതാവിനെയും ഭാര്യ പിതാവ് അബ്ദുറഹ്മാനെയും ഒക്കെ വെട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ആ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് ശേഷം യാസിർ ആ കാറിൽ തന്നെ കടന്നു കളഞ്ഞു എന്നാണ് വിവരം. അപ്പോൾ തന്നെ താമരശ്ശേരി പോലീസ് ഈ യാസിറിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതാണ്. ഇപ്പോൾ ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പിൽ നിന്ന് 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് അവിടെ നിന്നും കടന്നു കളഞ്ഞു. പമ്പിൽ പണം നൽകിയില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, ഈ പ്രതിയായിട്ടുള്ള യാസിർ താമരശ്ശേരിയിൽ തന്നെ ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അവസാനത്തെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് താമരശ്ശേരിയിലാണ്. അതുമാത്രവുമല്ല, മർക്കസ് നോളജ് സിറ്റിക്ക് സമീപത്ത് നിന്ന് ഒരു ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുത്ത് ഇഫ്താർ വിരുന്നും കഴിഞ്ഞാണ് ഇത്തരത്തിൽ ഷിബില താമസിക്കുന്ന വീട്ടിലേക്ക് ഇങ്ങനെ വെട്ടിപ്പരിക്കേൽപ്പിക്കാനായി പോയത് എന്ന ഒരു സൂചനയുമുണ്ട്. എന്തായാലും താമരശ്ശേരി പോലീസ് വ്യാപകമായ തിരച്ചിൽ, ഊർജിതമായ തിരച്ചിൽ ഈ യാസിറിന് വേണ്ടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് ഈ പരിക്കേറ്റിട്ടുള്ള അബ്ദുറഹ്മാനും സാഹചര്യത്തിൽ അയാളിലേക്കും അന്വേഷണം നീങ്ങുന്നില്ലേ പോലീസിന്റെ ഭാഗത്ത് നിന്ന്? ജയലക്ഷ്മി, അങ്ങനെ ഒരു വിവരമുണ്ട്. അതായത് നേരത്തെ താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊന്ന ഒരു ആഷിഖുണ്ടായിരുന്നു. ആഷിഖിന്റെ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. ആഷിഖിനെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ആഷിഖും ഇത്തരത്തിൽ ലഹരിക്കടിമയായിരുന്നു. ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ആയിരുന്നു ആഷിഖ് കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് വന്നിട്ടായിരുന്നു ഇത്തരത്തിൽ അമ്മയെ സുബൈദയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതൊക്കെ. അദ്ദേഹത്തിന്റെ ഈ ആഷിഖിന്റെ സുഹൃത്താണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ അക്രമം നടത്തിയിട്ടുള്ള യാസിർ എന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന, അവരൊരു ഗ്യാങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. ഒരു ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത്, ഇതിൽ പരിക്കേറ്റ ഭാര്യാപിതാവായിട്ടുള്ള അബ്ദുറഹ്മാനും അതുപോലെ തന്നെ ഷിബിലയുടെ മാതാവായിട്ടുള്ള ഹസീനയ്ക്കും അത്ര ഗുരുതരമല്ല. അവരുടെ കാര്യങ്ങൾ ആശുപത്രിയിൽ വലിയ ഗുരുതരമല്ലാത്ത രീതിയിൽ തന്നെ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നു. കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്പസമയം മുൻപാണ് ഷിബിലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റുമൊക്കെയായിട്ട് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 വർഷം മുൻപാണ് യാസിറിന്റെയും ഷിബിലയുടെയും വിവാഹം കഴിയുന്നത്. അത് പ്രണയ വിവാഹമായിരുന്നു. അങ്ങനെ കോടതിയിലൊക്കെ പോയി ഷിബിലയ്ക്ക് യാസിറിന്റെ കൂടെയാണ് പോവേണ്ടത് എന്നൊരു തീരുമാനം കോടതിയെ അറിയിച്ചതിനൊക്കെ ശേഷമാണ് അങ്ങനെ ഒരു ജീവിതം അവർ നയിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ മയക്കുമരുന്ന് ഉപയോഗം, ലഹരി വിൽപ്പന, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കുടുംബ വഴക്ക് മൂർച്ഛിക്കുന്നു. കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നിരന്തരമായിട്ട് ഷിബിലയുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം വഷളാവുന്നത്. അതേ തുടർന്ന് പിണങ്ങിക്കഴിയുന്ന ഒരു സാഹചര്യമൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. താമരശ്ശേരി പോലീസിൽ ഇദ്ദേഹം നിരന്തരമായിട്ട് ആക്രമിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് താമരശ്ശേരി പോലീസിൽ പരാതിയും നൽകിയിരുന്നു. അങ്ങനെ ആ പരാതിയിൽ കാര്യമായിട്ടൊരു അന്വേഷണം നടത്തിയില്ല. യാസിറിനെ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നുള്ളൊരു പരാതിയൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ആ രീതിയിൽ ഇങ്ങനെ ഈ ഷിബിലയുടെ ഡ്രസ്സും വസ്ത്രങ്ങളും കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളുമൊക്കെ ആ വീട്ടിൽ നിന്ന് എടുത്തു തരണം എന്നൊക്കെ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അത് യാസിർ അറിയുന്ന സമയത്ത് ആ വസ്ത്രങ്ങളെല്ലാം ആ ദേഷ്യത്തിൽ പുറത്ത് കൂട്ടിയിട്ട് കത്തിച്ച് അത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി പലർക്കായി പങ്കുവെച്ചു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരം. അതിന്റെ ദൃശ്യങ്ങളൊക്കെ, അങ്ങനെ വസ്ത്രങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇയാൾ എത്രമാത്രം ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളത്. അതേപോലെ ഇഫ്താർ വിരുന്നിന് ശേഷമാണ് ഈ കൊലപാതകത്തിലേക്ക് ഇയാൾ എത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഊഹിക്കാം ഇയാളുടെ മാനസികാവസ്ഥ എത്രത്തോളം വികൃതമാണ് എന്നുള്ളത്, അല്ലെ ഇംതിയാസ്? തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ
വന്നൊരു വിവരം അതാണ്. മയക്കുമരുന്നിന്റെ ആസക്തിയിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നൊരു സൂചന ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നതാണ്. പക്ഷെ അതൊക്കെ മെഡിക്കൽ പരിശോധനയൊക്കെ കഴിഞ്ഞ് യാസിറിനെ പിടികൂടുക എന്നതാണ് ഏറ്റവും പ്രഥമമായ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് അതാണ്. അതിനുവേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണം ഇദ്ദേഹത്തിന്റെ കാർ നമ്പർ കേന്ദ്രീകരിച്ച് ഇദ്ദേഹം താമരശ്ശേരിയിൽ തന്നെ ഉണ്ട് എന്നൊരു സൂചന പോലീസ് നൽകുന്നത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ ആദ്യഘട്ട അന്വേഷണത്തിലാണ്. അങ്ങനെ താമരശ്ശേരിയിൽ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ താമരശ്ശേരി കേന്ദ്രീകരിച്ചുമൊക്കെ താമരശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ഊർജിതമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ താമരശ്ശേരിയിൽ തന്നെ ഉണ്ടെങ്കിൽ ആ ടവർ ലൊക്കേഷൻ സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ അത് സത്യമാണെങ്കിൽ ഒരു പക്ഷേ യാസിറിനെ പിടികൂടുക എന്നൊരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. ഈ രാത്രിയിലും യാസിറിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ബാക്കി മെഡിക്കൽ നടപടികളിലേക്കും മറ്റുമൊക്കെ കടന്നാൽ മാത്രമേ ലഹരിയുടെ ആസക്തിയിലായിരുന്നോ ഇത്തരത്തിലൊരു അക്രമം നടത്തിയത്, സ്വന്തം ഭാര്യ ഷിബിലയെ കൊന്നത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ആ രീതിയിലുള്ള ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ്. ബാക്കി ഈ കുടുംബ വഴക്കിനെ തുടർന്ന് പോലീസ് നൽകിയിരിക്കുന്ന പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം ഉണ്ടായിരുന്നോ, ആ രീതിയിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം വേണം. അത്തരം കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ജയലക്ഷ്മി. ശരി ഇംതിയാസ്, യാസർ എന്ന പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇയാൾ പമ്പിലെത്തി പെട്രോൾ അടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിർണായകമായിരിക്കുന്നത്. ഇംതിയാസ്, ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏറെ നിർണായകമാണ്. എന്തായാലും ഈ യാസറിനായി പോലീസ് ബലവരിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ ഏറെ സഹായകമാകും എന്നത് ഉറപ്പാണ്. അതേപോലെ തന്നെ പ്രതി ഇയാളുടെ സുഹൃത്തായ ആഷിഖിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ തന്നെ താമരശ്ശേരിയിൽ ഇങ്ങനെയൊരു ലഹരി സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ ലഹരി കച്ചവടമൊക്കെ ആ ഭാഗത്ത് നിരന്തരമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈങ്ങാപ്പുഴ അടിവാര മേഖലകളിലൊക്കെ ഇങ്ങനെയൊരു പ്രശ്നങ്ങളുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ യാസിറിനെ തന്നെ കുറിച്ച് ഒരു നാട്ടുകാരൻ പറഞ്ഞൊരു വിവരം, നേരത്തെ ഈ താമരശ്ശേരി ചുരം കേന്ദ്രീകരിച്ച് ഇദ്ദേഹം ഒരു കട നടത്തിയിരുന്നു. ആ തട്ടുകടയുടെ മറവിൽ അവിടെ ലഹരി കച്ചവടം നടത്തിയിരുന്നു. പിന്നീട് ഈ അടിവാരത്ത് ഈ ലഹരിക്കെതിരെയുള്ളൊരു ജാഗ്രതാ സമിതി ഉണ്ടാക്കി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെയൊക്കെ പരിശോധന വന്ന സമയത്ത് ആ കട പൂട്ടി. പിന്നീട് അങ്ങനെ ഒരു കച്ചവടം നടന്നിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഇദ്ദേഹം ഈ ലഹരി സംഘം പ്രവർത്തിക്കുന്നു എന്നൊരു വിവരം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാരിൽ പലരും, അദ്ദേഹത്തെ അറിയാവുന്ന പലരും അങ്ങനെ പറയുന്നു. മറ്റൊന്ന്, നേരത്തെ ലഹരിക്കടിമയായി അമ്മയെ വെട്ടിക്കൊന്ന ആഷിഖുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്, സുഹൃത്താണ് എന്നുള്ളതാണ്. കാരണം ആ രീതിയിലുള്ള ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. അതേ കേന്ദ്രീകരിച്ചൊക്കെ ഇതൊരു ലഹരി സംഘമായി പ്രവർത്തിക്കുന്നവരാണോ, എന്താണ് ഇവരുടെ പിന്നിൽ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ യാസിറിനെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള അന്വേഷണം, യാസിറിന് വേണ്ടി അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഊർജിതമായ അന്വേഷണമാണ്. നേരത്തെ പുറത്തു വന്ന CCTV ദൃശ്യം അതിൽ ഏറെ നിർണായകവുമാണ്. കാരണം ഈ KL 57 മാരുതി 800 കാറാണ്. ആ മാരുതി 800 കാറിന്റെ സഞ്ചാരം അത് എങ്ങോട്ടേക്കാണ് പോയത്? 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ഒരു പക്ഷെ നമുക്കറിയാം താമരശ്ശേരിയിൽ തമിഴ്നാടിൻ്റെ ഒരറ്റം വരെ പോകാനുള്ള പെട്രോളാണ് 2000 രൂപയ്ക്ക് അടിക്കാൻ ആ മാരുതി കാറിൽ കഴിയുക. അങ്ങനെയെങ്കിൽ അതിർത്തി കടന്ന് എങ്ങോട്ടേക്കെങ്കിലും പോയിട്ടുണ്ടോ? അത് നേരത്തെ ടവർ ലൊക്കേഷൻ സ്ഥിരീകരിച്ചതുപോലെ തന്നെ താമരശ്ശേരിയിൽ തന്നെ ആയിരിക്കുമോ യാസിർ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. എന്തായാലും പോലീസ് സംഘം ആ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ജയലക്ഷ്മി. ശരി ഇംതിയാസ്, പോലീസ് ഊർജിതമായ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതി യാസറിനായിട്ടുള്ള തിരച്ചിൽ ശക്തമാണ്. ഇയാളുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചടക്കമുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.